ഹായ്. നമ്മൾ കാലത്ത് കഴിക്കുന്നതാണ് കേട്ടോ അയൺ ഫോളിക് കാൽസ്യം കോംപ്ലക്സ്. പ്രൊട്ടക്ഷനാണ്. നമ്മളിപ്പോൾ നല്ല വെയിലാണല്ലേ, നമ്മൾ പുറത്ത് പോകുമ്പോൾ കുട കൈ പിടിക്കും. ഇപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ ചൂടിൽ നിന്നും രക്ഷ നേടാനായിട്ട് നമ്മൾ ഫാനിടും, അല്ലെങ്കിൽ എ സി ഇടും അല്ലേ. എ സി ഉള്ളവരാണെങ്കിൽ എ സി ഇടും, ഫാനാണെങ്കിൽ ഫാനിടും. അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതേപോലെ നമ്മളുടെ ശരീരത്തിൽ ഓരോന്നും കുറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ആ മിഷ്യൻ പ്രവർത്തിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത് പ്രവർത്തിക്കാതിരിക്കുമ്പോൾ എന്താവും? അതിൻ്റെ അഭാവം നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ അയൺ ഫോളിക്കിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും ഇത് യൂസ് ചെയ്യേണ്ടതാണ്. എല്ലാവരും, പെൺകുട്ടികൾ പ്രത്യേകിച്ചും സ്ത്രീകൾ ഇത് മസ്റ്റായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു ഹോമിയോയിലൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ഡോക്ടർ മസ്റ്റായിട്ടും സജസ്റ്റ് ചെയ്യണ ഒരു സാധനമാണ് അയൺ ഫോളിക്ക്. അപ്പോൾ നമ്മൾ ഇത് സ്ഥിരമാക്കണത് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളിത് കാലത്ത് കഴിച്ചിട്ടാണ് ഒരു ദിവസത്തെ യാത്ര തുടരുന്നത്. അതേപോലെ തന്നെ കാൽസ്യം 30 വയസ്സിന് ശേഷം നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, ബോൺ ഡെൻസിറ്റി കുറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കാൽസ്യം ഭക്ഷണത്തിലൂടെ കൊടുക്കണം. ഇത് സപ്ലിമെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു ദോഷവും ചെയ്യില്ല. നല്ല ഗുണമല്ലാതെ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ശരീരത്തിലേക്ക് യാതൊരു ദോഷവും ചെയ്യണില്ല. അപ്പോൾ ഏതെങ്കിലും കമ്പനി ഇങ്ങനെ തരുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 100% മണി ബാക്ക് ഗ്യാരൻറ്റിയാണ്. നിങ്ങൾ 25% ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ, നിങ്ങൾക്കത് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ മുഴുവൻ പൈസയും തിരിച്ചു തരുമെന്നാണ് കമ്പനി പറയുന്നത്. ഇതേ ക്വാളിറ്റി മുന്നോട്ട് വെച്ചുകൊണ്ട് 30 വർഷം കമ്പനി ഈ മാസം 30-ാം തീയതി 30 വർഷം തികയാണ് നമ്മളുടെ കമ്പനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തരുന്ന ഗ്യാരൻറ്റിയാണ് കേട്ടോ. നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പറയുന്ന ഗ്യാരൻറ്റിയാണ്. നമ്മളപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇത്രയും നല്ല ഉൽപ്പന്നങ്ങളാണെങ്കിൽ, ഇത്രയും നല്ല കമ്പനിയാണെങ്കിൽ എന്തുകൊണ്ട് സെലിബ്രിറ്റികളെ വെച്ചിട്ട് പരസ്യം ചെയ്യണില്ല? സെലിബ്രിറ്റികൾ വെച്ചിട്ട് പരസ്യം ചെയ്യേണ്ട ഒന്നല്ല ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് പൂർണ്ണ തൃപ്തി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് കിട്ടുമ്പോൾ ഞാനത് മറ്റുള്ളവരോട് പറഞ്ഞു. നമ്മളൊരു സിനിമ കണ്ടാൽ പറയും, ഒരു ഭക്ഷണം കഴിച്ചാൽ പറയും, ഒരു ഡ്രസ്സ് എടുത്താൽ പറയും. അങ്ങനെ നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ മറ്റുള്ളവരോട് പറയും അല്ലേ. പക്ഷേ ഇത് പറയാൻ മാത്രം ആൾക്കാർക്ക് മടിയാണ്. എന്താണെന്നറിയോ? ഇത് കഴിച്ചാൽ നല്ലതാണ്, നമ്മൾക്കാണ് അതിൻ്റെ ആ ഒരു ഗുണം കിട്ടണം. നമ്മൾ നല്ലത് പറയുമ്പോൾ എന്തായാലും നമുക്കതിൻ്റെ ഒരു ഗുണം കിട്ടാതിരിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ 10 ആളുകളിലേക്ക് നല്ലത് എത്തിക്കുമ്പോൾ അതിൻ്റെ ഒരു സുഖവും സന്തോഷവും അതൊക്കെ ഒരു വേറെയാണ്. അപ്പോൾ അതിനെയാണ് ആളുകൾ ഈ വേണ്ടാന്ന് വെക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു ഗുണം അറിഞ്ഞിട്ടും മറ്റുള്ളവരോട് പറയാതിരിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എനിക്ക് മാത്രം മതി ഇതിൻ്റെ ഗുണം അല്ലേ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. എല്ലാവരും നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. നല്ല ആരോഗ്യം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പോൾ ആരോഗ്യം ആവശ്യമുള്ളവർക്ക് മേടിച്ച് ഉപയോഗിക്കാൻ ഏറ്റവും പറ്റിയ ഉൽപ്പന്നങ്ങളാണ് നമ്മളുടെ കമ്പനിയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മേടിച്ച് ഉപയോഗിച്ചാൽ നല്ലതാണ്. പിന്നെ മോദി കെയർ കമ്പനി എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, അമേസിങ് ആയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറോടുകൂടിയാണ് മുന്നോട്ട് പോണത്. നമുക്ക് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിത്യം ഉപയോഗിക്കാനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ അവൈലബിളാണ്. നമുക്ക് നിത്യോപയോഗ സാധനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യം അത് സംരക്ഷിക്കാനുള്ള ഉൽപ്പന്നങ്ങളും വീട് വൃത്തിയാക്കാനും കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളതും 14 തരം കാറ്റഗറിയിൽ നമുക്ക് ഉൽപ്പന്നങ്ങളുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് അല്ലേ. എവിടെയെങ്കിലുമൊക്കെ ഫ്രീ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അവിടേക്ക് ഓടും അല്ലേ. അപ്പോൾ നമുക്കിവിടെ
ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ആവറേജ് ഒരു 10,000 രൂപയ്ക്ക് ഒരു മാസം നമുക്ക് എല്ലാം കൂടി ഒരു 10,000 രൂപയ്ക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം കഴിയുമ്പോൾ ഇതേ എമൗണ്ടിന് നമുക്ക് എന്ത് ഉൽപ്പന്നങ്ങൾ വേണമെങ്കിലും ഫ്രീ ആയിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് 1000 രൂപയുടെ പർച്ചേസിന് 100 രൂപയുടെ ഒരു ഉൽപ്പന്നം ഫ്രീ ഉണ്ട്. അത് നമ്മൾ എന്താണോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 2000-നുണ്ട്, 3000-നുണ്ട്, 5000-നുണ്ട്, അങ്ങനെ നിരവധി ഒട്ടനവധി ഓഫറുകളും അതുപോലെ ആനുകൂല്യങ്ങളും ഒക്കെ ആയിട്ട് എന്താ പറയുക, ഒരു അമേസിങ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള യാത്രയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ നമ്മളുടെ കൂടെ ഇഷ്ടമുള്ളവർക്ക് നമ്മളെ വിളിക്കാം. അപ്പോൾ എക്സ്ട്രാ ഒരു വരുമാനം അല്ലേ. അപ്പോൾ ഞാനും ഇപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ, ഇപ്പോൾ നമ്മൾക്ക് എത്ര വരുമാനം എത്ര ഉണ്ടായാലും പോരാത്തൊരു കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ എക്സ്ട്രാ ഒരു ഇൻകം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, വിളിക്കാം. നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിലും നമ്മളിപ്പോൾ പല ഷോപ്പുകളിൽ നിന്നും നമ്മൾ ഉൽപ്പന്നങ്ങൾ മേടിച്ച് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒന്നും മാറാൻ ശ്രമിച്ചാൽ മതി. നമ്മുടെ ചിന്തകളെ ഒന്ന് മാറ്റി നമ്മൾ മേടിക്കുന്ന ഉൽപ്പന്നങ്ങൾ കമ്പനി ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള മാറ്റം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഒത്തുപിടിച്ചാൽ മലയും പോരെന്ന് പറയില്ലേ. അപ്പോൾ അതേപോലെ നമ്മൾക്ക് ഒരുമിച്ച് ഒരു നല്ല ഒരു യാത്ര ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എല്ലാ രീതിയിലും നല്ല ആരോഗ്യവും നല്ല സന്തോഷമായിട്ടുള്ള ഒരു കുടുംബമാണ് നമ്മളുടെ ആ ഒരു യാത്രയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ കമ്പനി ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുക, അതിൻ്റെ ആനുകൂല്യങ്ങളും അതിൻ്റെ ആ ഒരു ബെനിഫിറ്റും ആസ്വദിക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അല്ലേ.